തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശച്ചൂടിലാണ് തൃശൂർ നഗരം. ആദ്യഘട്ട പ്രചരണത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നു. തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എ ജയദേവന്റെ പ്രചരണ വിശേഷങ്ങളുമായി PS സാരംഗ് ചേരും. സാരംഗ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ആവേശകരമായിട്ടുള്ള ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി. ആദ്യഘട്ടമൊക്കെ പൂർത്തിയായി, രണ്ടാം ഘട്ടമൊക്കെ ഇങ്ങനെ സജീവമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പമുള്ളത് തൃശൂർ കോർപ്പറേഷനിലേക്ക് 51ാം ഡിവിഷനായ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി എ ജയദേവനാണ് നമുക്കൊപ്പമുള്ളത്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഈ പ്രചരണം എവിടം വരെയൊക്കെയായി, അതുപോലെ തന്നെ മറ്റ് വിശേഷങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങളും ചോദിച്ചറിയാം. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തി, ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ പ്രചരണമൊക്കെ എവിടം വരെ എത്തി? ഞങ്ങളെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ ഡിവിഷൻ തിരിച്ചു പിടിക്കുക എന്ന വലിയ ഒരു സംഭവമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 2 റൗണ്ട് പൂർണ്ണമായിട്ടും ഈ ഡിവിഷനകത്ത് ഞങ്ങൾ എല്ലാ വീടുകളും കയറി. ഇനി 3ാം റൗണ്ട് എന്നുള്ള നിലയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ ഒപ്പം ഒരാളും കൂടെ ചേർന്ന് എല്ലാ വീടുകളും കയറി ഇറങ്ങി ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ച് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷക്കാലം അതിൻ്റെ ഭരണം പിന്നിടാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിലെ ഈ സംസ്ഥാനത്തെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ലോകരാജ്യങ്ങളും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പെൻഷൻ ഉൾപ്പെടെ അത് കൊടുക്കാനുള്ള പെൻഷൻ്റെ എല്ലാ ഗഡുക്കളും കൊടുത്തു തീർത്തു. മാത്രമല്ല, പുതിയ ഒരു പദ്ധതി, കാരണം 35 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് വരെയുള്ള പിങ്ക് മഞ്ഞ കാർഡ്, റേഷൻ കാർഡിലുള്ളവർക്ക് 1000 രൂപ വെച്ചിട്ട് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള വലിയ ഒരു സ്വീകാര്യത നമുക്ക് വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ കോർപ്പറേഷൻ അതിൻ്റെ 10 വർഷം ഭരിച്ചിട്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, 1500 കോടി രൂപയോളം ഉള്ള വികസന പ്രവർത്തനങ്ങൾ, അത് കൗൺസിലർ ആരായാലും, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും യാതൊരു വ്യത്യാസവുമില്ലാതെ ഫണ്ട് നൽകി ആ പ്രവർത്തനങ്ങൾ അവരുടെ ഡിവിഷനകത്ത് നല്ലപോലെ നടത്താൻ പുറകിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ കോർപ്പറേഷനിൽ നടപ്പാക്കിയത്. ആ ഭരണം തിരിച്ചു വരേണ്ടത് അനിവാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനും ഇനി പുതിയത് ചെയ്തു തീർക്കുവാനും ഒത്തിരി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് മുന്നണി സംവിധാനം. ആ രീതിയിലാണ് ഞങ്ങൾ സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു കഴിഞ്ഞ 3 വർഷക്കാലം 3 തവണ ഈ ഡിവിഷൻ UDF ആണ് ഭരിച്ചിരുന്നത്. അത് എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കും എന്നുള്ള വലിയ വാശിയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒന്നടങ്കം വളരെ വീറോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ നമുക്കൊപ്പം, സ്ഥാനാർത്ഥിക്കൊപ്പം സദാസമയവും പ്രചരണ രംഗത്തിറങ്ങുന്ന പ്രവർത്തകരാണ് തൊട്ടു പിന്നിലുള്ളത്. നമുക്ക് പ്രവർത്തകരോട് കൂടി ചോദിക്കാം, എങ്ങനെയാണ് വീടുകളൊക്കെ കയറി ഇറങ്ങി പ്രചരണം പോയത് എവിടം വരെ എത്തി? വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എല്ലാ ജനങ്ങളിലും ഉണ്ടാകുന്നത്. ഒന്നാമത്തെ സ്ഥാനാർത്ഥി ഇവിടെ സുപരിചിതനാണ്, എല്ലാവർക്കും പ്രിയങ്കരനാണ്. പിന്നെ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 15 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഈ ഡിവിഷൻ്റെ ഒരു വികസനവും ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുക. ഈ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി ഏകദേശം 10 കോടിയോളം രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടും അതൊന്നും തന്നെ ഇവിടെ നടത്തിയതായി നമുക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ള, ജനങ്ങൾക്കും അത് ബോധ്യപ്പെടുന്നില്ല. പോകുമ്പോൾ പലരും അത് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിവിഷൻ ഏതുവിധേനയും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണയും സജീവമായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉള്ളത്.